ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 27 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. അദ്ദേഹത്തിൻ്റെ സഭാംഗങ്ങൾ വിളിച്ചിരുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ്. യേശുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ എന്നും പറയും. മറ്റ് സഭയിലെ അംഗങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മറ്റേ ശിഷ്യൻ എന്നാണ്. മറ്റേ ശിഷ്യൻ. കർത്താവ് ഈശോ മിശിഹ അദ്ദേഹത്തിനൊരു ഒരു ചെല്ലപ്പേര്, വട്ടപ്പേര് കൊടുത്തിരുന്നു. ബൊവനർഗസ്, ഇടിമുഴക്കത്തിൻ്റെ മക്കൾ, യാക്കോബും യോഹന്നാനും. ഒരു സമരിയ വംശം മുഴുവൻ നശിച്ചു പോകട്ടെ, ഇല്ല സ്വർഗത്തിൽ നടത്തിയിറങ്ങി എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ ഒരു കോപിഷ്ഠനായ ആളാണ് പിന്നീട് കർത്താവിൻ്റെ മടിയിലിരുന്ന് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തക്കവിധം കർത്താവിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അങ്ങനെ കർത്താവിൻ്റെ ഹൃദയമിടിപ്പുകൾ തിരിച്ചറിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യനായി മാറിയത്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ പലപ്പോഴും സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കാറുണ്ട്. ജീവൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 27-ാം വാക്യത്തിൽ ഈ ഭക്ഷണം വാങ്ങിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ കണ്ടൊരു കാഴ്ച വിസ്മയിപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് ശിഷ്യന്മാരെ. ഈശോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഇത്ര വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യമാണോ? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ അന്ന് ഇത് ചോദിച്ച ആളുകൾ മലയാളികളായിരിക്കാം. കാരണം നമ്മുടെ മലയാളികൾക്കാണ് സ്ത്രീകളോട് പെരുമാറാൻ അറിയാത്തത്. സ്ത്രീകളുടെ പെരുമാറാൻ അറിയാത്ത ഒരു വർഗം ലോകത്തുണ്ടെങ്കിൽ അത് മലയാളികളാണ്. ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു, ആശ്ചര്യപ്പെട്ടു. അടുത്ത വാക്യം പറയും, ആ വാചകത്തിൽ അടുത്ത ഭാഗം പറയാണ്, നീ എന്തുകൊണ്ടാണ് സ്ത്രീയോട് സംസാരിക്കുന്നത്? നിനക്ക് എന്താണ് സ്ത്രീയിൽ നിന്ന് വേണ്ടത് എന്നൊന്നും ചോദിക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല. പക്ഷെ ഉള്ളിൽ ചോദ്യമുണ്ട്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈശോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർക്ക് ഇത്രമാത്രം ആശ്ചര്യമുണ്ടായത്? അതാണ് ഒന്നാമത്തെ എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആശ്ചര്യപ്പെട്ടത്? ആരാണ് ഈ ശിഷ്യന്മാരിങ്ങനെ? അവരെന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? 1. 2, സമാന്തര സുവിശേഷങ്ങൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, അതെല്ലാം മർക്കോസിൻ്റെ സുവിശേഷത്തോട് സാമ്യമുള്ളതാണ് മത്തായും ലൂക്കായും. മർക്കോസിൻ്റെ സുവിശേഷത്തെ പത്രോസിൻ്റെ സുവിശേഷം എന്നാണ് വിളിക്കുക. പപ്പിയാസ് എന്ന് പറഞ്ഞ ആ സഭാപിതാവ്. അപ്പോൾ അതെല്ലാം പത്രോസിൻ്റെ പാരമ്പര്യമാണ് വാസ്തവത്തിൽ. ഈ പത്രോസിൻ്റെ പാരമ്പര്യമുള്ള മത്തായി, മർക്കോസ്, ലൂക്ക, ആ സുവിശേഷങ്ങൾ, അതിൽ എപ്പോഴും പത്രോസാണ് വക്താവ്, 12 പേരുടെ വക്താവ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പത്രോസിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, എങ്കിലും വക്താവായിട്ട് വരുന്നത് തോമസാണ്. നമ്മുടെ തോമസ് ലീഗ. പ്രധാനപ്പെട്ട 3-4 രംഗത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ പറയുന്നത് തോമസ് ലീഗയാണ്. മാത്രമല്ല, പത്രോസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ബഹുദൂരം കവച്ചു വെക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് ലീഗ നടത്തിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയോട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഏക വ്യക്തിയാണ് തോമസ് ലീഗ. അത്രയും ഉയർന്നൊരു വിശ്വാസ പ്രഖ്യാപനം പത്രോസ് നടത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ 4-ാം സുവിശേഷം എന്ന് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമസ് ലീഗയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം വന്നത്? ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഡോക്ടർ തീസ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈ ആർ ഈ സ്പീക്കിംഗ് വിത്ത് എ വുമൺ എന്നാണ് എൻ്റെ ഡോക്ടർ തീസിൻ്റെ പബ്ലിഷ് ചെയ്തപ്പോഴത്തെ രൂപം. അത് ഒറിജിനലായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ലത്തീനിലാണ് അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. വേണമെങ്കിൽ ആ പുസ്തകം വൈ ആർ സ്പീക്കിംഗ് വിത്ത് എ വുമൺ എന്നുള്ള പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. നല്ല ടഫായിട്ടുള്ള എൻ്റെ ഡോക്ടർ തീസാണ്. ടഫായിട്ടുള്ളൊരു പുസ്തകമാണ്. നന്നായിട്ട് വായിക്കാൻ പല പ്രാവശ്യം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. എനിക്ക് ശേഷം ഡോക്ടറേറ്റ് ചെയ്ത പലരും ആദ്യത്തെ ഒരു 2 പേജ് വായിച്ച് തന്നെ ഒരു 10-25 പ്രാവശ്യം വായിച്ചിട്ടാണ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, പുസ്തകം കട്ടിയാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എങ്കിലും താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം. ബിബ്ലി അക്കാദമിയിൽ പുസ്തകം കിട്ടും, വൈ ആർ സ്പീക്കിംഗ് വിത്ത് എ വുമൺ. ഞാൻ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഇവിടെ പറയാം. അതായത് വളരെ വലിയൊരു കാര്യം രത്നച്ചുരുക്കം പറയാം. വിശദമായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാല്യം. അതിനകത്ത് ഡിസംബർ 27 നോക്കിയാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം വളരെ വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചുരുക്കം ഇതാണ്, ഈ യോഹന്നാൻ്റെ സഭയെ പത്രോസിൻ്റെ സഭ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ പുറത്താക്കാൻ തീരുമാനിച്ചു. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പത്രോസിൻ്റെ സഭയാണ് ഗ്രേറ്റർ ചർച്ച് അന്ന് അറിയപ്പെട്ടിരുന്നത്, ഗ്രേറ്റ് ചർച്ച്. ഇപ്പം പറയുന്ന ലത്തീൻ സഭ. ആ സഭ യോഹന്നാൻ സഭയെ പുറത്താക്കാൻ തീരുമാനിച്ചു.
പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ യോഹന്നാൻ്റെ സഭയുടെ മുമ്പിൽ വലിയൊരു പ്രശ്നം വന്നു. ഒരു പ്രതിസന്ധിയാണല്ലോ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുക. അപ്പം അവരുടെ മുമ്പിലുള്ള ചോയ്സ്, ഒന്നുകിൽ അവരുടെ ദൈവശാസ്ത്രവും സഭാശാസ്ത്രവും റൂഹാശാസ്ത്രവും പിന്നെ പ്രേക്ഷിത ശാസ്ത്രവും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പത്രോസിന്റെ സഭയിൽ ലയിക്കണം. അതാണ് ഒരു ചോയ്സ്. അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് പോകണം. മൂന്നാമതൊരു ചോയ്സ് ഉണ്ട്. ഇതൊന്നും തന്നെ ത്യജിക്കാതെ ദൈവശാസ്ത്രമോ ക്രിസ്തുശാസ്ത്രമോ സഭാശാസ്ത്രമോ പ്രേക്ഷിത ശാസ്ത്രമോ റൂഹാശാസ്ത്രമോ യാതൊന്നും ഉപേക്ഷിക്കാതെ അതേസമയം പത്രോസിൻ്റെ സഭയിൽ ലയിക്കാതെ കത്തോലിക് സഭയുടെ ഉള്ളിൽ നിൽക്കുക. ഇതാണ് മൂന്നാമത്തെ ചോയ്സ്. ഈ മൂന്നാമത്തെ ചോയ്സ് വേണമെന്ന് സഭാംഗങ്ങൾ സഭാ സ്ഥാപകനായ യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാൻ ഒരു ഡോക്യുമെൻ്റ് എഴുതി, 20 അധ്യായങ്ങൾ. എന്നിട്ട് റോമയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം കിട്ടിയില്ല. എ ബാൻ ഓഫ് സൈലൻസ് എന്നാണ് പറയണേ. അതായത് ഇത് വായിക്കാൻ പോലും പാടില്ല, യോഹന്നാനെ സംബന്ധിച്ചാലും വായിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന കിട്ടും റോമിൽ നിന്ന്. യോഹന്നാൻ അപ്പോഴേക്കും മരിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഒരു അധ്യായം കൂടി എഴുതി, 21 അധ്യായം. എന്നിട്ട് വീണ്ടും സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ റോം അംഗീകാരം കൊടുത്തത് ഇരണേവസ് എന്ന് പറഞ്ഞ സഭാപിതാവ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ്. അത് 202 മരിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് അംഗീകാരം കിട്ടുന്നത് 200 AD 200. എന്ന് വെച്ചാൽ ഒരു 120 കൊല്ലത്തോളം ഈ യോഹന്നാൻ്റെ സുവിശേഷം സഭയിൽ സ്വീകരിക്കാതെ യോഹന്നാൻ്റെ സഭ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇതേ അനുഭവം തോമസിൻ്റെ സഭയ്ക്കുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സഭയ്ക്കുണ്ടായ അനുഭവം അതിനു മുമ്പ് തന്നെ തോമസിൻ്റെ സഭയ്ക്കുണ്ടായിരുന്നു. തോമസിൻ്റെ സഭ പാലസ്തീനയിൽ നിന്നും പേർഷ്യയിലേക്ക് നാട് കടത്തപ്പെടുകയായിരുന്നു. ആദ്യം തോമസിൻ്റെ സുവിശേഷമുണ്ട്. അതിൻ്റെ ആദ്യത്തെ പതിപ്പ് യാക്കോബിൻ്റെ നേതൃത്വത്തിൽ പാലസ്തീനിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. ക്രിസ്തുവർഷം 50കളിൽ. പക്ഷേ അവിടുന്ന് ആ കമ്മ്യൂണിറ്റിയെ പുറത്താക്കി. ഈ തോമസിൻ്റെ സുവിശേഷം അവരുടെ ഔദ്യോഗിക ഗ്രന്ഥമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും അവർ പുറത്താക്കി, പേർഷ്യയിലേക്ക് പുറത്താക്കി തോമസിൻ്റെ സഭയെ. അപ്പോൾ തോമസിൻ്റെ സഭയും യോഹന്നാൻ്റെ സഭ നേരിട്ട് അതേ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പോൾ ഈ യോഹന്നാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ല. എല്ലാം എഴുതിയാൽ ഈ ലോകത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. എല്ലാം എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മത്തായും മർക്കോസും ലൂക്ക എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ല, ഞാനും എഴുതിയിട്ടില്ല. പക്ഷെ അവരെഴുതുന്നത് മാത്രമല്ല കാര്യങ്ങൾ, അവരെഴുതാത്ത കാര്യങ്ങളും സത്യങ്ങളുണ്ട്. അതിലൊരു സത്യമാണ് തോമാസ് ലീഹ വക്താവായിട്ട് പല പ്രാവശ്യം നിന്നിട്ടുണ്ട്. അങ്ങനെ വക്താവായി നിന്ന തോമാസ് ലീഹയെ പുറത്താക്കാൻ പത്രോസിന്റെ സഭയ്ക്ക് എന്താണ് അധികാരം? അതുപോലെ യോഹന്നാൻ പറയുന്ന പല ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ട് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാണ്. ആ യോഹന്നാൻ്റെ സാക്ഷ്യം കേട്ടിട്ടാണ് പത്രോസ് തിരിച്ചറിയുന്നത് കർത്താവിനെ. അപ്പോൾ യോഹന്നാന് കർത്താവിനെ തിരിച്ചറിയാൻ പത്രോസിന് സാക്ഷ്യം വേണ്ട, പക്ഷെ പത്രോസിന് കർത്താവിനെ തിരിച്ചറിയാൻ യോഹന്നാന് സാക്ഷ്യം വേണം. അങ്ങനെയുള്ള യോഹന്നാൻ്റെ സഭയെ പുറത്താക്കാൻ പത്രോസിന്റെ സഭയ്ക്ക് എന്താണ് അധികാരം? മറിയം മഗ്ദലേന ഇല്ലേ, അവർ ഈ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. പിന്നെ ആരോ കർത്താവിൻ്റെ ശരീരം കട്ടുകൊണ്ട് പോയെന്നൊക്കെ വിചാരിച്ച് ഈ കേഫാസിനോടും യേശു സ്നേഹിച്ച ശിഷ്യനോടും പറഞ്ഞപ്പോൾ കല്ലറയെങ്കിൽ ആദ്യം എത്തിയത് യോഹന്നാനാണ്. ആ കുനിഞ്ഞു കിടന്നപ്പോൾ ആ കച്ചയും മുഖത്ത് ഇട്ടിരുന്ന തൂവാലയെല്ലാം ആദ്യം കണ്ടതും യോഹന്നാനാണ്. പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാൻ, അധികാരത്തെ ബഹുമാനിക്കാൻ വേണ്ടി പത്രോസിനോട് കാത്തു നിന്നു. പത്രോസ് വന്നു, അകത്ത് കയറി, എല്ലാം നിരീക്ഷിച്ചു, പുറത്ത് കയറി. പത്രോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ അത് കണ്ടു വിശ്വസിച്ചു എന്നാണ്. ഏത്? ഈ കച്ചയും തൂവാലയും കണ്ട്. ഉത്ഥിതനായ കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ കൂടാതെ കർത്താവ് ഉത്ഥാനം ചെയ്തുമെന്ന് വിശ്വസിക്കുന്ന ആദ്യത്തെ ആളാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. പിന്നീട് തോമസിനോട് അക്കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കർത്താവ്. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ, വിശ്വസിച്ചവൻ എന്ന് പറഞ്ഞാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ വിശ്വാസത്തിൽ മുൻഗണനയുള്ള എന്നെയും എൻ്റെ സഭയെയും വിശ്വാസത്തെക്കുറിച്ച് യാതൊന്നും സൂചിപ്പിക്കാത്ത നിനക്ക് പുറത്താക്കാൻ എന്താണ് അധികാരം? കുറച്ചുകൂടി പുറകോട്ട് പോയാൽ 18 അധ്യായത്തിൽ ഈ മഹാപുരോഹിതന് മുറ്റത്ത് കയറാനായിട്ട് പത്രോസിന് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനായതിനാൽ റെക്കമെൻഡ് ചെയ്ത് അകത്ത് കയറി. അപ്പോൾ അവിടെ 2 പേരുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യനുണ്ട്, പത്രോസുണ്ട്. പത്രോസ് മാത്രമല്ലേ തള്ളി പറഞ്ഞുള്ളൂ? യോഹന്നാൻ തള്ളി പറഞ്ഞോ? ഇല്ലില്ല. തള്ളി പറഞ്ഞവനാണോ തള്ളി പറയാത്തവനെ സഭയിൽ നിന്ന് പുറത്താക്കണേ? അങ്ങനെ ഉള്ള ഒരു ഇതിലാണ്.
അങ്ങനെ അവസാനം യോഹന്നാന്റെ സുവിശേഷം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് മുഴുവൻ ഈ യോഹന്നാന്റെ സുവിശേഷത്തെ മുഴുവൻ ഇത് പറഞ്ഞു പോകാനുള്ള മാറ്റർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ എന്താണ് യോഹന്നാൻ പറഞ്ഞു വെച്ചത്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസവും അംഗീകരിക്കുന്നതോ എന്ത് തോന്നിയാസവും ചെയ്യുന്നതല്ല. മറിച്ച് ഈ പറഞ്ഞ ഈ സ്നേഹത്തിൻ്റെ ഒരു അധികാരമുണ്ട്. ഈ അധികാരത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, കസേരയുടെ ശക്തി. സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ഈ അധികാരത്തിൻ്റെ ശക്തിയേക്കാൾ വളരെ വലുതാണ് സ്നേഹത്തിൻ്റെ ശക്തി. അതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് പോയിന്റ്. അതിൽ നിന്നുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ശക്തി, ആദ്യം കർത്താവിനെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ശക്തി, അങ്ങനെയുള്ള ഒരുപാട് ശക്തികളെക്കുറിച്ച് പറയാണ്. എല്ലാം ഉത്ഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ ശക്തിയിൽ നിന്നാണ്. അധികാരത്തിൻ്റെ ശക്തി സ്നേഹത്തിൻ്റെ ശക്തിക്ക് താഴെയാണ്. അധികാരത്തിൻ്റെ കരുത്ത് സ്നേഹത്തിൻ്റെ കരുത്തിന് താഴെയാണ്. അതിൽ നിന്ന് അദ്ദേഹം മറ്റു കാര്യങ്ങൾ എടുക്കുകയാണ്. ഒരു ദൈവം, അതിനൊരു 3 ആളുകൾ. ഒരു കർത്താവ്, അവന് 12 സ്ലീഹന്മാർ. ഒരു മഹാപുരോഹിതൻ, അവൻ മറ്റു പുരോഹിതന്മാരെ വാഴിച്ചു. അങ്ങനെ ഇല്ലേ, ദൈവത്തിൻ്റെ കൂദാശയായിട്ട് വന്നവൻ ക്രിസ്തു, അവനിൽ നിന്ന് 7 കൂദാശകൾ ഉത്ഭവിക്കുന്നു. അങ്ങനെ എല്ലാം ബഹുസ്വരതയും ഏകത്വവും ബഹുസ്വരതയും ഒരേ സമയത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സഭ, അതിനുള്ളിൽ പല സഭകൾ. ഒരു ദൈവം, അതിനുള്ളിൽ 3 ആളുകൾ പോലെ ഒരു സഭ, അതിനുള്ളിൽ പല സഭകൾ. ഇത് പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ബാലൻസിലാണ് പോകേണ്ടത്. അധികാരം കൊണ്ട് പുറത്താക്കലല്ല ശരി എന്നുള്ളതാണ് പോയിന്റ്. പക്ഷേ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ശക്തി ഇരിക്കുന്നത്, കർത്താവിനെ എതിർക്കുന്നതിലല്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ആണ് ശക്തി ഇരിക്കുന്നത്. അതാണ് കരുത്ത്, വിശ്വാസത്തിൻ്റെ കരുത്ത്. അല്ലാതെ അധികാരത്തെ ധിക്കരിക്കണം എന്നല്ല പറഞ്ഞത്. യോഹന്നാൻ അധികാരത്തെ ബഹുമാനിച്ചവനാണ്. പക്ഷേ അധികാരം സ്നേഹത്തിൻ്റെ കരുത്തിനെ അംഗീകരിക്കേണ്ടതുണ്ട്, വിശ്വാസത്തിൻ്റെ കരുത്തിനെ അംഗീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതിൻ്റെ വെളിച്ചത്തിലാണ് സ്നേഹത്തിന് തന്നെ പുതിയ നിർവചനവും സഭയ്ക്ക് തന്നെ പുതിയ നിർവചനവും പ്രേക്ഷിത പ്രവർത്തനത്തിന് പുതിയ നിർവചനമൊക്കെ രേഖപ്പെടുത്തുകയാണ്. കിണറ്റിൻകരയിലേക്ക് യേശു വന്നു ഇല്ലേ, പ്രേക്ഷിത പ്രവർത്തനം പോകുകയാണ്. പിന്നെ സംഭവിക്കുന്നതോ, ആ കിണറ്റിൻകരയിലേക്കാണ് സ്ത്രീ വരുന്നത്. ആ കിണറ്റിൻകരയിലേക്കാണ് ആ സിക്കാർ പട്ടണത്തെ ആളുകൾ മുഴുവൻ വരുന്നത്. 2 തരം പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. കർത്താവ് സിക്കാർ പട്ടണത്തേക്ക് ചെല്ലുന്നു അല്ലേ, ഒരു സെൻട്രി ഫ്യൂഗൽ മിഷൻ എന്ന് പറയും, ഈ അതിരുകളിലേക്ക് പോവുക. കർത്താവോടെ എത്തിക്കഴിഞ്ഞാൽ കർത്താവിലേക്ക് വരിക. കർത്താവ് കേന്ദ്രമായിട്ട് ഈ സെൻട്രി പെറ്റൽ ഫോഴ്സ് എന്ന് പറയും. കർത്താവ് എല്ലാവരും ആകർഷിക്കുന്നു. ഈ 2 പ്രേക്ഷിത പ്രവർത്തനവും വേണമെന്നാണ്. ഇങ്ങനെ എല്ലാത്തിനും ബഹുസ്വരത, ഏകത്വവും ബഹുസ്വരതയും വളരെ സമഞ്ജസമായ രീതിയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ യോഹന്നാന്റെ സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കത്തോലിക്ക സഭയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് അതെല്ലാം ഉത്ഭവിക്കുന്നത്, അതാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ മിക്ക വകുപ്പുകളും ഉത്ഭവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ അന്നത്തെ സഭാധികാരിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ അതാണ് വെളിപാട്. നല്ല തുറന്ന ഹൃദയമല്ലെങ്കിൽ വെളിപാട് സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. നമുക്ക് യോഹന്നാനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ഈ വെളിപാട്, സ്നേഹത്തിൻ്റെ കരുത്ത്, ഏകത്വവും ബഹുസ്വരതയും എങ്ങനെയാണ്, ഇതെല്ലാം തിരിച്ചറിയാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി യോഹന്നാന്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. യോഹന്നാന്റെ സുവിശേഷം ഇന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.